ഈ കാട്ടുമൃഗത്തെ കാട്ടു നിർത്തേണ്ട ചുമതല അവർക്കുള്ളതല്ലേ? അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഈ പാവപ്പെട്ട ആളുകളെ ജീവൻ പണയപ്പെടുത്തി ജീവിക്കുക. അവരുടെ നേരം നിങ്ങൾ ആദ്യം കോലുമായിട്ട് വരികയാണോ? എന്നെ ആദ്യം ഓടി, അത് കഴിഞ്ഞിട്ട് അടിച്ചാൽ മതി. ഇത് കർഷകന്റെ അതിജീവന പോരാട്ടമാണ്. അധികാരത്തിന്റെ ഹുങ്ക് കൊണ്ട് കർഷകന്റെ പ്രതിഷേധത്തെ തച്ചുടയ്ക്കാൻ നോക്കരുത്. സഹോദരൻ ബിജു ഇന്ന് ഞങ്ങളോടൊപ്പമില്ല. കാട്ടാനയുടെ ചവിട്ടേറ്റ് തുമ്പിക്കൈകൊണ്ട് വലിച്ചെറിഞ്ഞ് അതിദാരുണമായി കൊലപ്പെടുത്തിയിരിക്കുന്നു. സ്വാഭാവികമായും ഈ നാട്ടിലെ ആളുകളുടെ കർഷകരുടെ പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. വനംവകുപ്പിന്റെ ഓരോ ജനപ്രതിനിധിയെ സംസാരിക്കാനായിട്ട് സമ്മതിക്കാത്ത ഏത് ഉദ്യോഗസ്ഥനാണ്? ജനപ്രതിനിധിയെ സംസാരിക്കാൻ സമ്മതിക്കാത്ത ഏത് പ്രതിനിധിയാണ്? ഇവിടെ ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തില നാട്ടിൽ എല്ലാ നിയമസാധുക്കളും കൂടെ ജീവിക്കുന്ന ആളുകളുടെ വീട്ടിൽ കയറി കാട്ടാന ചവിട്ടിക്കൊണ്ടിരിക്കുക? പ്രൊട്ടക്ട് ചെയ്യേണ്ട ആരുടെ ചുമതലയാണ്? പ്രൊട്ടക്ട് ചെയ്യേണ്ട ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ? ഈ കാട്ടുമൃഗത്തെ കാട്ടു നിർത്തേണ്ട ചുമതല അവർക്കുള്ളതല്ലേ? അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഈ പാവപ്പെട്ട ആളുകളെ ജീവൻ പണയപ്പെടുത്തി ജീവിക്കുക. അവരുടെ നേരം നിങ്ങൾ ആദ്യം കോലുമായിട്ട് വരികയാണോ? എന്നെ ആദ്യം ഓടി, അത് കഴിഞ്ഞിട്ട് അടിച്ചാൽ മതി. നിങ്ങൾ കേസെടും, ധൈര്യമുണ്ടോ? നിങ്ങൾ കേസെടും. ആ കളിയൊന്നും ഇവിടെ നടക്കില്ല, അതൊന്നും ഇവിടെ നടക്കില്ല, അതൊന്നും ഇവിടെ നടക്കില്ല. ഇവരുടെ ഒരാളുടെയും ദേഹത്ത് നിങ്ങൾ തൊടിയല്ല. തൊട്ടാ എന്നെ തൊട്ടിട്ട് തൊട്ടുള്ളൂ. നിങ്ങൾ ഒരാളുടെ ദേഹത്ത് തൊടിയല്ല, സമ്മതിക്കല കേട്ടോ, അനുവദിച്ചു തരികയല്ല. ഇവരെ ജീവൻ പണയപ്പെടുത്തി കൈ നീക്കുന്നവരാ. അത് നടക്കില്ല, അതെ നടക്കില്ല. പാവങ്ങളെ ഇങ്ങനെ നിരന്തരമായി കള്ളക്കാസെടുത്ത് വേട്ടയാടുക. ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നിരന്തരമായിട്ട് അവരെ വേട്ടയാടുക. ഇവരെ അങ്ങനെ എറിഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല, അത് നടക്കില്ല. മാർഗമില്ല, നിങ്ങൾ വിളി. ഇത്രയും ഒരു സംഭവം നടന്നിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരൊറ്റ ഉദ്യോഗസ്ഥൻ ഈ സംഭവ സ്ഥലത്ത് ചെല്ലുമോ, ഈ വീട്ടിൽ ചെല്ലുമോ, ഈ സാഹചര്യങ്ങളൊന്ന് എന്താണെന്ന് അന്വേഷിക്കുകയും ചെയ്തിട്ടില്ല. ഇവിടെ വരട്ടെ, നിങ്ങൾ വിളിച്ചു വരുത്തും. നിങ്ങൾ ഈ പാവപ്പെട്ട ആളുകളെ പറയാൻ വേണ്ടിയാണ് നിങ്ങൾ വിളിച്ചു വരുത്തും. അത് ആദ്യം നടക്കട്ടെ. അല്ല, എന്നെ ഉൾപ്പെടെ ബലമായിട്ട് പിടിച്ച് തള്ളുകയായിരുന്നു. അതൊന്നൊക്കെ അതിന്റെ നോക്കാൻ എനിക്കറിയാം. അതിന്റെ അകത്തൊക്കെ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട്. അത് കീഴിൽ വയലേറ്റ് ചെയ്തു. നമ്മുടെ എംപിയുടെ സത്യാഗ്രഹം ഇവിടെ തുടരുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കർഷകരും ഈ റോഡിൽ ഇരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. റോഡിൽ ഇരുന്നുകൊണ്ട് ഇവിടുത്തെ അധികാരികൾ വന്ന് നമ്മളുടെ ഈ അവകാശങ്ങളൊക്കെ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് നമുക്ക് ഇന്നലകളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും